നിങ്ങൾക്കറിയാം, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ, ഏറ്റവും വലിയ ഏഷ്യയിലെ സ്ത്രീ സംഗമം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ആറ്റുകാൽ മഹോത്സവത്തിന് എത്തിക്കഴിഞ്ഞു. ഈ ഗോപിക സുരേഷ് ചേരുകയാണ്. ഗോപിക, പറയൂ. അങ്ങ് നോക്കത്ത ദൂരത്തോളം നീണ്ടു പരന്നങ്ങനെ കിടക്കുകയാണ് ഭക്തർ, ഭക്തലക്ഷങ്ങൾ. അവർ അടുപ്പ് കൂട്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, റോഡിന്റെ ഇരുവശത്തും അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ആ ഒരു നിമിഷത്തിനായി കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. 10:20 പണ്ടാര അടുപ്പിൽ തീ പടർന്നതോടെ വ്രതാനുഷ്ഠാനങ്ങളുമായി എത്തിയ ഈ കാണുന്ന ഭക്തലക്ഷങ്ങൾ, അമ്മമാർ, അവർ ആത്മസംതൃപ്തിയിലേക്ക് എത്തുകയാണ്. പൊങ്കാല തിളച്ചു തൂകുമ്പോൾ ഓരോ അമ്മമാരും അവരുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ്. തിന്മകൾ നിറഞ്ഞ് സമാധാനം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പ്, അതൊക്കെയാണ് ഈ വിശ്വാസികളുടെ ഒക്കെ ലക്ഷ്യം. ഇവർ ഇപ്പോൾ ഏതായാലും അവസാന ഘട്ട ഒരുക്കങ്ങളിലും എനിക്ക് തോന്നുന്നു പ്രാർത്ഥനകളിലും ഒക്കെയാണ് ഇവർ ഉള്ളത്. ഭക്തി നിർഭരമായി അവർ അങ്ങനെ കാത്തിരിക്കുകയാണ്. 10:20 പണ്ടാര അടുപ്പിൽ അഗ്നി പടരുന്നതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഏതായാലും നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കാം. അമ്മ എവിടുന്നാണ് അമ്മ വരുന്നത്? മലപ്പുറത്തു നിന്നാണ്. അപ്പൊ നേരത്തെ വന്നോ? 2 ദിവസം മുമ്പ്? ഇന്നലെ വന്നു, സ്ഥലമൊക്കെ പിടിച്ചു പോയി. എല്ലാം റെഡിയാക്കി കാത്തിരിക്കുകയാണോ? ആ 10:20 അഗ്നി തെളിയുന്നത് കാത്തിരിക്കുകയാണ്? അതെ അതെ, കാത്തിരിക്കുകയാണ്. അത് തന്നെയാണ് നമുക്ക് ഇവരുടെ മുഖങ്ങളിലൊക്കെ കാണുന്ന സന്തോഷം. ഇവിടെ ഒരു മോളുണ്ട്. മോൾ ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ്. എവിടുന്നാ വരുന്നത്? ചേർത്തല. പേരെന്താ? നക്ഷത്ര. എങ്ങനെയുണ്ട് പൊങ്കാലയുടെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് വന്നിട്ട് എക്സൈറ്റഡ് ആണോ? ഞങ്ങൾ വീട്ടിലാണ് കൊറോണ വന്നു കഴിഞ്ഞ് ഇടാറുള്ളത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നു. അപ്പൊ മോളെ കൊണ്ട് ഇടിക്കാനുള്ള ഒരു ഇതുകൊണ്ട് ഇട്ടാൽ മതി. മോളെ കൊണ്ട് ഇടിക്കാനാണ്. ഏതായാലും ഇങ്ങനെ കുട്ടികളുമായൊക്കെ ഇവിടേക്ക് എത്തുന്നവരുണ്ട്. മോളെ കൊണ്ട് എത്തിക്കാനാണ്. ഇത് ഈ അമ്മ എന്തോ പറയാ. അമ്മ ഞാൻ എവിടുന്നാണ് വന്നത്? ഞാൻ ചേർത്തലെന്നാണ് വന്നത്. ഒരു സെറ്റായിട്ട് വന്ന ആൾക്കാർ ചേർത്തലെന്ന് വന്നിരിക്കുക. ഞങ്ങൾ വന്നതാണ്. ഞാൻ മോന്റെ വഴിപാടിന് വേണ്ടി വന്നതാണ്. മക്കളുടെ 2 പേരുടെ. മക്കളുടെ വഴിപാടിനായി, എന്റെ മക്കൾക്ക് വേണ്ടി വന്നതാണ്. അതെ അതെ, മക്കളുടെ വഴിപാടിനായി കൊച്ചുകുട്ടികളും ഒക്കെ ആയിട്ട് എത്തുന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ ഈ മൺകലങ്ങളൊക്കെ നിറച്ച് എല്ലാ പരിപാടികളും ഒക്കെ സെറ്റായി. തിരുവനന്തപുരത്ത് നമുക്കൊപ്പം വിവരങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുപോലെ സജീഷ് കുമാർ പറയുന്നു, ഞാൻ ഈ പറയുന്നതിനിടയിൽ സാമ്പാർ എന്ന് പറഞ്ഞതല്ല, സംഭാരമാണ്. കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലെത്തിയാൽ ഈ ദിവസം നിങ്ങൾക്ക് കഞ്ഞിയോ ഭക്ഷണമോ ചോറോ എന്ത് വേണമെങ്കിലും കിട്ടും. കാര്യം അത്ര മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന്. ആറ്റുകാൽ പൊങ്കാല ഒരു മതസഹിഷ്ണുതയുടെ സംസ്കാരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. വിവിധ മതസ്ഥരെല്ലാം തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ യഥാർത്ഥത്തിൽ വളരെ സുദീർഘമായ സേവനമാണ് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ അവർ രാത്രി പുലരുന്നതിന് മുമ്പ് തന്നെ അവരെ യഥാർത്ഥത്തിൽ ഈ അടുപ്പുകളും തിരുവനന്തപുരം നഗരത്തിൽ ഉള്ള ചൂട്ടും കൊതുമ്പും അലങ്കോലമാക്കിയ എല്ലാ കാര്യങ്ങളും അവർ തുടച്ച് വൃത്തിയാക്കി നഗരം പഴയ ഫോമിലാക്കും. അത് ഒരു തിരുവനന്തപുരത്ത് നടക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു അത്ഭുതമാണ്.